എല്ലാവർക്കും ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണക്കാർ വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അടയ്ക്കാൻ സംവിധാനം ഉണ്ടെങ്കിലും അക്ഷയ സെൻറ്ററുകളിൽ പോയി കരമടയ്ക്കാൻ പറയും. 10 രൂപയുടെ കരം അടയ്ക്കുന്നതിന് 30 രൂപയാണ് ഫീസ്. 10ഉം 12ഉം ജോലിക്കാരുള്ള സർക്കാർ ഓഫീസുകളിൽ എല്ലാ സ്ഥലത്തും ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി ഒരു പണിയെടുക്കത്തില്ലെന്നുള്ള ചിട്ടയായി. ഇപ്പോൾ തന്നെ സ്മാർട്ട് എന്നും പറഞ്ഞ് പഞ്ചായത്തിലെ കടകളുടെ ലൈസൻസ് പുതുക്കാൻ ഒരു ആപ്പ് വന്നു. പഞ്ചായത്ത് അതിനുശേഷം പിന്നെ അവിടെ ആരപേക്ഷ കൊണ്ട് ചെന്നാലും പഞ്ചായത്ത് ഉടനെ പറയാൻ ഓൺലൈൻ ചെയ്യാൻ ഭയങ്കര സന്തോഷത്തിലാണ് പറഞ്ഞത്. ഓൺലൈനിൽ ചെയ്യാൻ പറഞ്ഞു. ഞാനിപ്പം സ്മാർട്ട് വഴി കടയുടെ ലൈസൻസ് പുതുക്കാൻ 15 ദിവസമായി അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ഒരു പണിയും എടുക്കില്ല. അതേപോലെ ലേബർ ഓഫീസുണ്ട്. ലേബർ ഓഫീസുകളിൽ നമ്മുടെ കടയിൽ 50 രൂപ ഫീസ് നമ്മൾ പുതുക്കാൻ ചെന്നാൽ അവിടെ 5-6 പേരിരുന്ന് ഉറങ്ങുന്നതാണ്. ഒരു പണിയെടുക്കില്ല. ഉടനെ പറയും നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യണം. ഈ സംവിധാനം വന്നതോടെ ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലായിട്ടേ ഉള്ളൂ. ജനങ്ങളെ സഹായിക്കാനാണോ അതോ ഉപദ്രവിക്കാനാണോ സർക്കാർ ഈ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല. കാര്യം ജനങ്ങളെ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡുകളിലും ട്രാൻസ്പോർട്ട് ഡിപ്പോകളിലൊക്കെ സർക്കാരിന് ബിവറേജ് തുടങ്ങുന്നെന്ന് പറയുന്നു. എന്തായാലും ഈ നയതന്ത്ര ഔഷധം എല്ലാ സ്ഥലത്തും വിൽക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി മുതൽ ഒരു പൈൻറ്റ് വാങ്ങിച്ചടിച്ചിട്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ കിടന്നുറങ്ങേണ്ട സ്ഥിതി വരും. ടച്ചിങ്സിനായിട്ട് ലോട്ടറിയുണ്ട്. സർക്കാരിന് സാമ്പത്തികം ഇല്ലാത്തതിന് സർക്കാർ ഈ ഓരോരോ പദ്ധതികൾ കൊണ്ടുവരുവാണ്. മദ്യം കൊഴിഞ്ഞ കാലുകുപ്പി കൊണ്ടു ചെന്നാൽ 20 രൂപ തിരിച്ചു നൽകുമെന്ന് പറയുന്നു. അതായത് അധികം കൊടുത്തിട്ട് വാങ്ങണം. അതിൻ്റെ ഹോളോഗ്രാം അതാത് ബിവറേജിൽ തന്നെ കൊടുത്താൽ പൈസ കിട്ടുമെന്ന് പറയുന്നു. അത് കുടിയന്മാരെ സഹായിക്കാനുള്ള, കൂടുതൽ കുടിയന്മാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 500 രൂപയ്ക്ക് അടുത്ത് വിലയുള്ള വെളിച്ചെണ്ണ ബോട്ടിൽ തിരിച്ച് ത്രിവേണിയിലെ വല്ല എത്തിച്ചാൽ 20 രൂപ അങ്ങനെ കൊടുത്താൽ അത് വീട്ടമ്മമാർക്ക് ഉപകാരമായി മാറില്ലേ? അതൊന്നുമല്ല. ജനങ്ങളിൽ നിന്നും എങ്ങനെയും പണം കണ്ടെത്തി അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അമിതമായ ശമ്പളവും പെൻഷനും കൊടുത്ത് ജനങ്ങളെ പിഴിയണം. അതാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ നയതന്ത്ര ബാഗ് എന്ന് പറയുന്ന പോലെ ബിവറേജിനൊക്കെ ഇനി നയതന്ത്ര ഔഷധം വിൽക്കുന്ന കടയെന്ന് പറയുന്നതായിരിക്കും ശരി. കാര്യം അത് അടിച്ചതിന് ശേഷമാണ് തന്ത്രപരമായ പല തീരുമാനങ്ങളും കേരളത്തിലെ പലരും എടുക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം പണിക്ക് പോകുന്ന മലയാളികളും 8 ദിവസം പണിക്ക് പോകുന്ന ബംഗാളികളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കേരളത്തിലെ ജനങ്ങളെപ്പോഴും സാധാരണ ജനങ്ങളെപ്പോഴും 0 ഡിഗ്രിയിലോട്ട് താണുകൊണ്ടിരിക്കണം. എങ്കിലേ ഇവർക്ക് സമയത്തിന് ജാഥ വിളിക്കാനും സിന്താപ വിളിക്കാനും പറയുന്ന സമയത്ത് പോയി വോട്ട് ചെയ്യാനൊക്കെ ആൾ വേണ്ടേ? അല്ലാതെ കേരളം രക്ഷപ്പെടണം, കേരളത്തിലെ സാധാരണക്കാരനും രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയിലല്ല ഓരോരോ നിയമങ്ങൾ ഓരോ സമയങ്ങളിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നതെല്ലാം സാധാരണ ജനത്തിന് ദോഷമായി ബാധിക്കുകയാണ്. വില്ലേജിലും താലൂക്കിലും ഒക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്താണ് പണി? KSEBയിലെ ഡ്രൈവർക്ക് 1.5 ലക്ഷം രൂപയാണ് ശമ്പളം. അമിതമായ ചാർജ്. ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ 10-20,000 രൂപ 25,000 രൂപ ഡെപ്പോസിറ്റ് കുറവാണെന്നും പറഞ്ഞ് ബില്ല് കൊടുത്തിരിക്കുകയാണ് ഓണകാലമായിട്ട്. ഒരു രീതിയിലും സാധാരണ ജനത്തിന് മുമ്പോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഓരോരോ നിയമങ്ങളാണ് സർക്കാർ ഓരോ സമയങ്ങളിലും ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നത്. എന്നിട്ടും ഇലക്ഷൻ സമയമാകുമ്പോൾ ഒരു വോട്ടർ പട്ടികയും ഒരു സാധനമൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ കയറി ഇറങ്ങി വീണ്ടും ജനങ്ങളെ സ്വാധീനിച്ച് 1600 രൂപ പെൻഷൻ കൊടുത്ത് ജനങ്ങളെ സ്വാധീനിക്കാൻ അതിൽ 50% മാത്രമേ ഉള്ളൂ സാധാരണ പട്ടിണി മാറ്റാൻ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ബിവറേജിൽ അന്നേരം തന്നെ സർക്കാരിന് തിരിച്ചു കിട്ടുകയാണ്. ലോട്ടറിയുടെ അടിസ്ഥാനത്തിലും ബിവറേജിൻ്റെ അടിസ്ഥാനത്തിലും ഈ പണം സർക്കാരിലേക്ക് തന്നെ ഒരാഴ്ചയ്ക്കകം തിരിച്ചു മടങ്ങി വരികയാണ്. സർക്കാർ ഈ 1600 രൂപ കുടിശ്ശിക അടക്കുന്ന വല്ലപ്പോഴും കൊടുക്കുമ്പോൾ അതിൽ 50% മാത്രമേ സാധാരണക്കാരൻ്റെ പള്ളിയിലോട്ട് പോകുന്നുള്ളൂ. ഇതൊന്നുമല്ല സാധാരണ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഒരുപാട് നിയമങ്ങൾ ജനങ്ങൾക്ക് ദോഷമായിട്ടുണ്ട്. അത് മന്ത്രിസഭ കൂടി ജനങ്ങൾക്ക് ഗുണകരമായി മാറ്റിയാൽ മാത്രമേ എന്തെങ്കിലും ഇനി കേരളത്തിൽ സാധ്യമാകൂ. അതൊന്ന് പറയാൻ കൂടി വന്നതാണ്. ഗുഡ് ബൈ.